Evaluate determinant 2, 4, minus 5, minus 1. അപ്പോൾ 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ ആ റൂൾ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ, അതായത് 2 × -1 മൈനസ് നേരെ ഓപ്പോസിറ്റ്, അതായത് 4 × -5, ദാറ്റ് ഈസ് -2 -20, -2 minus into minus plus 20, that is 18. Next, evaluate determinant cos theta sin theta minus sin theta cos theta. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനൻറ്റ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു, ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അതായത് ആദ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, minus sin theta into sin theta, that is cos theta into cos theta, cos theta into cos theta, cos square theta, minus into minus plus sin theta into sin theta, sin square theta. Then നമുക്കറിയാം cos square theta plus sin square theta യുടെ വാല്യൂ 1. Next question, evaluate determinant x square minus x plus 1, x minus 1, x plus 1, x plus 1. Determinant x square minus x plus 1, x minus 1, x plus 1, x plus 1. അപ്പോൾ ആദ്യം ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് ഇങ്ങനെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു, ഇവിടെ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്, x square into x plus x square into 1 plus minus x into x plus minus x into, അതായത് ആദ്യം ഇങ്ങനെ അതിന് ശേഷം ഇങ്ങനെ, അടുത്ത വാല്യൂം ഇതുപോലെ തന്നെ, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, തേർഡ് വാല്യൂം ഇതേപോലെ തന്നെ. അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് എക്സ് ഇൻറ്റു 1, നെക്സ്റ്റ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് ഓഫ്, കാരണം ഈ മൈനസ് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് പ്രോഡക്റ്റ് ആണുള്ളത്, അപ്പോൾ ഒരു ബ്രാക്കറ്റ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1, അപ്പോൾ ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പോലെയാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അപ്പോൾ ഇവിടെ എ പോലെ എക്സ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം, എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. ലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, ക്യാൻസലായി പോകുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസലായി പോയി, മൈനസ് എക്സ് പ്ലസ് എക്സ് ക്യാൻസലായി, ദെൻ എക്സ് ക്യൂബ് പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2 മൈനസ് എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ് ഇതിനെ സെക്കൻഡ് 1 ആയിട്ട് എഴുതാം, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 1 2 4 2 ഷോ ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് 2a ഈക്വൽ ടു 4 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ. അപ്പോൾ എ തന്നിട്ടുണ്ട്, 2a കണ്ടുപിടിക്കണം, 2aയുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എ തന്നാൽ 2a, അതായത് എ തന്നിട്ടുണ്ട് 1 2 4 2. അങ്ങനെയാണെങ്കിൽ ആദ്യം 2a കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 2a എങ്ങനെ കണ്ടുപിടിക്കും? 2 ഇൻറ്റു മെട്രിക്സ് 1 2 4 2 ഈക്വൽ ടു 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 2 4. നെക്സ്റ്റ് 2aയുടെ ഡിറ്റർമിനൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് 2a, that is determinant of
2484. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് ചെയ്യുന്നത്? ആദ്യം ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഓപ്പോസിറ്റ് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് 2 into 4 8 minus 8 into 4 32. That is minus 28. Then sorry 8 into minus 3 minus 24. അടുത്തതോ നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് 4 into ഡിറ്റർമിനന്റ് എ എന്നാ. അപ്പോൾ എ തന്നിട്ടുണ്ട് മെട്രിക്സ് 1 2 4 2. അപ്പോൾ ഡിറ്റർമിനന്റ് എ എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് 1 2 4 2. ഈ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2 minus 8. ദാറ്റ് ഈസ് minus 6. ദെൻ 4 into ഡിറ്റർമിനന്റ് എ. 4 into ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ 4 into minus 6. ദാറ്റ് ഈസ് minus 24. നോക്കിക്കേ, ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറയുന്നത് -24 കിട്ടി. 4 into ഡിറ്റർമിനന്റ് എന്ന് പറയുന്നതും -24 കിട്ടി. ഹെൻസ് ഡിറ്റർമിനന്റ് ഓഫ് 2a ഈക്വൽ ടു 4 into ഡിറ്റർമിനന്റ് a. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് 3a ഈക്വൽ ടു 27 into ഡിറ്റർമിനന്റ് a. അപ്പോൾ a തന്നിട്ടുണ്ട്. a തന്നിട്ടുണ്ട് 1 0 1 0 1 2 0 0 4. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 3 into a. ദാറ്റ് ഈസ് 3 into a എന്ന് പറയുന്നത് എന്താണ്? 3 into 1 0 1 0 1 2 0 0 4. എങ്ങനെ 3 ഒരു കോൺസ്റ്റന്റ് വെച്ച് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ വാല്യൂ അകത്തെ ഓരോ വാല്യൂവിനോടും മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3 0 3 0 3 6 0 0 12. ഇനി 3a ഡിറ്റർമിനന്റ് വാല്യൂ 3a നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് 303 036 0 0 12. ഇനി 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഫസ്റ്റ് എലിമെന്റ് എടുക്കുക, അത് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന വാല്യൂസിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ 3 6 0 12 മൈനസ് 0 ഇൻറ്റു. അപ്പോൾ 3/3 മെട്രിക്സ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ എടുക്കുക, അത് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി വാല്യൂയുടെ ഡിറ്റർമിനന്റ്, മൈനസ് സെക്കൻഡ് വാല്യൂ, അത് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി 0 6 0 12 പ്ലസ് 3 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി ഡിറ്റർമിനന്റ് വാല്യൂ 0 3 0 0 ഈക്വൽ ടു 3 ഇൻറ്റു. അടുത്തത് ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 12 ഇൻറ്റു 3 36 മൈനസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 0 മൈനസ് 0 ഇൻറ്റു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക 0 മൈനസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് 3 ഇൻറ്റു ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 മൈനസ് 0 ഈക്വൽ ടു 3 ഇൻറ്റു 36 മൈനസ് 0 36 മൈനസ് 0 പ്ലസ് 0. ദാറ്റ് ഈസ് 3 ഇൻറ്റു 36 36 ഇൻറ്റു 3 108. ഇനി സെക്കൻഡ് പാർട്ട് കിട്ടേണ്ടത് 27 ഇൻറ്റു ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഡിറ്റർമിനന്റ് എ നമുക്ക് ഡിറ്റർമിനന്റ് 101 012 004 ഈക്വൽ ടു എങ്ങനെ ഡിറ്റർമിനന്റ് ചെയ്യും? 1 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക, ബാക്കി ഡിറ്റർമിനന്റ് വാല്യൂ 1204 മൈനസ് 0 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, ബാക്കി ഡിറ്റർമിനന്റ് വാല്യൂ, അതായത് ഈ 0 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക 0204 പ്ലസ് 1 ഇൻറ്റു ഡിറ്റർമിനന്റ് ഇത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക 0100 ഈക്വൽ ടു ഇവിടെ 4 മൈനസ് 0 ഇവിടെ 0 ഇൻറ്റു ഏത് വാല്യൂ വന്നാലും 0 ആണ് പ്ലസ് 1 ഇൻറ്റു
0 minus 0, that is 4. കാരണം 4 into 1 0, 1 into 0 0, that is 4. അങ്ങനെയാണെങ്കിൽ 27 into ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 27 into 4. 27 into 4 108. തൊട്ടുമുമ്പ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? മോഡ് 3a എന്ന് പറയുന്നതും 108 കിട്ടിയത്. ഇവിടെ 27 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നതും 108 ആണ്. നെക്സ്റ്റ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അതായത് x1 y1 x2 y2 x3 y3 ഈ മൂന്നെണ്ണം ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആയിട്ട് വന്നാൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് 1/2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് x1 y1 1 x2 y2 1 x3 y3 1 ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 സൈഡ്സ് ഉണ്ട്, അപ്പം 3 വെർട്ടീസസും ഉണ്ട്. അപ്പോൾ അത് ഒരു വെർട്ടീസസ് രണ്ടാമത്തെ വെർട്ടീസ്, ഒരു വെർട്ടെക്സ് രണ്ടാമത്തെ വെർട്ടെക്സ് മൂന്നാമത്തെ വെർട്ടെക്സ്. അപ്പോൾ x1 y1 എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സ്, ഈ വെർട്ടെക്സ് ആണ് x2 y2. അതേപോലെ ഈ വെർട്ടെക്സ് ആണ് x3 y3 എങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്ത് എങ്ങനെയാണ്? അപ്പോൾ ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്ത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് 3 പോയിന്റ്സ് കൊളീനിയർ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ. അപ്പോൾ നമുക്ക് ഈ പോയിന്റിനെ x1 y1 എന്നെടുക്കാം, ഈ പോയിന്റ് x2 y2 എന്നെടുക്കാം, ഈ പോയിന്റ് x3 y3 എന്നെടുത്താൽ നോക്കുക, ഈ 3 പോയിന്റ്സും കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറ്റ ലൈനിലാണ്. അപ്പോൾ 3 പോയിന്റ്സ് ഒറ്റ ലൈനിലാണ് എങ്കിൽ ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ, അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് x1 y1 1 x2 y2 1 x3 y3 1 ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കണം. നെക്സ്റ്റ് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്. ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനൻ്റിൻ്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കുന്ന മെത്തേഡ് അതിങ്ങനെയാണ്. നമുക്കറിയാം ഒരു മെട്രിക്സ് തന്നാൽ ആ മെട്രിക്സിനകത്ത് നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ എഴുതുന്നത് A11 A12 A21 A22 ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. ഇനി ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഓരോ വാല്യൂവിനെയും നമ്മൾക്ക് ജനറൽ ആയിട്ട് AIJ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു മെട്രിക്സിലെ എലമെന്റിനെയാണ് നമ്മൾ AIJ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ AIJ എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഈ പറയുന്നത്. ദ ഡിറ്റർമിനന്റ് ഒബ്റ്റൈൻഡ് ബൈ ഡിലീറ്റിംഗ് the ith row and jth column passing through the element aij is called minor of aij denoted by mij. അതായത് ഇപ്പോൾ സപ്പോസ് ഈ ഒരു എലമെന്റിന്റെ ആണ് മൈനർ കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. ഈ ഒരു എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യണം. അതായത് ഇത് ഉൾപ്പെടുന്ന റോ ഇതാണ്, ഇത് ഉൾപ്പെടുന്ന കോളം ഇത്. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂവിനെയാണ് നമ്മൾ ഈ എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് ഒബ്റ്റൈൻഡ് ബൈ ഡിലീറ്റിംഗ് ith row and jth column passing through the element aij is called minor of aij. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ A21 എന്ന് പറയുന്ന ഈ A21 എന്നുള്ള എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ A21 ഉൾപ്പെട്ടിട്ടുള്ള റോയും കോളം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ അതാണ്, അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ആണ് A12. ഇനി ആ മൈനറിനെ നമ്മൾ MIJ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ A12 ആ A12ൻ്റെ മൈനർ എന്ന് പറയുന്നത് M12. A31 എന്നുള്ള എലമെന്റിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ M31 ആയിരിക്കും. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി ഈ എലമെന്റിന്റെ തന്നെ, അതായത് ഈ AIJ എന്നുള്ളതിന്റെ മൈനർ ആണ് നമ്മൾ M12 അല്ലെങ്കിൽ M31 എന്ന് എടുത്തതെങ്കിൽ ഈ AIJ എന്നുള്ള എലമെന്റിന്റെ കോഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ മൈനറിന് സൈൻ കൊടുത്തു കഴിയുമ്പോൾ കോഫാക്ടർ കിട്ടും. അതായത് നമുക്കിപ്പം M12 കിട്ടി, ആ M12 കിട്ടി, അത് A12ൻ്റെ മൈനർ ആയിരുന്നു M12. അപ്പോൾ ഈ A12ൻ്റെ കോഫാക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ A12 ആണ്. അതായത് -1/2. നോക്കുക, ഇവിടെ IJ വന്നപ്പോൾ -1/i+j എഴുതണം.
അപ്പോൾ 1 2 വരുമ്പോഴോ -1 + 1 + 2 m12. അതായത് ഏറ്റവും ആദ്യം നമ്മൾ മൈനർ കണ്ടുപിടിക്കുന്നു. ആ മൈനറിന് സൈൻ കൊടുക്കുമ്പോൾ അത് കോഫാക്ടർ ആകുന്നു. ഇനി എങ്ങനെയാണ് മൈനർ കണ്ടുപിടിക്കുന്നത്? ആ എലിമെന്റ് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ A11ന്റെ ആണ് മൈനർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുന്ന റോയും കോളവും അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ആ കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ആണ് മൈനർ ഓഫ് A11. അതേപോലെ A12ന്റെ ആണ് മൈനർ എങ്കിൽ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ഈ കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ആണ് A21ന്റെ മൈനർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് M12 ആണ് മൈനർ എങ്കിൽ ഈ എലമെന്റിന്റെ കോഫാക്ടർ A12 എന്ന് എഴുതണം. അത് കണ്ടുപിടിക്കുന്നത് മൈനറിന് സൈൻ കൊടുക്കണം. അതായത് MIJക്ക് സൈൻ കൊടുത്തു കഴിയുമ്പോഴാണ് AIJ എഴുതാൻ പറ്റുന്നത്. റൈറ്റ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമിനന്റ് ACBD. അപ്പോൾ നോക്കുക, ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് എലമെന്റിന്റെ, അതായത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും മൈനേഴ്സ് ഉണ്ടാവും. ആ മൈനേഴ്സിനെല്ലാം കോഫാക്ടേഴ്സും എഴുതാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ എലമെന്റ് A അല്ലേ, അപ്പോൾ മൈനർ ഓഫ് ഈ എലമെന്റിന്റെ നമ്മൾ, അതായത് സാധാരണയായിട്ട് മെട്രിക്സിനെ നമ്മൾ ജനറൽ വിളിക്കുന്നത് A11 A12 A3 A21 A22 ഇങ്ങനെയാണ് മെട്രിക്സിന്റെ ജനറൽ ഫോം. അപ്പം ആ മെട്രിക്സിന്റെ ആണ് ഡിറ്റർമിനന്റ്. ഈ ഡിറ്റർമിനന്റിന്റെ ആണ് മൈനർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എലമെന്റ്, അതായത് A11ന്റെ മൈനർ. A11ന്റെ മൈനർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? മൈനർ ഓഫ് AIJ എന്ന് പറയുന്നത്, AIJയുടെ മൈനർ എന്ന് പറയുന്നതിനെ MIJ എന്ന് എഴുതണം. അതിന്റെ കോഫാക്ടർ AIJ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ A11ന്റെ മൈനർ എന്ന് പറയുന്നത് M11 ആയിരിക്കും. എങ്ങനെയാണ് M11 കിട്ടുന്നതെന്നാണ് പറഞ്ഞത്? അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കി കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ, അതായത് നമുക്കറിയാം 1/1 ആകുമ്പോൾ ഇതൊരു 2/2 മെട്രിക്സ് ആണ്. അതിന്റെ ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ D. ഇനി അതിന്റെ തന്നെ കോഫാക്ടർ A11 -1 അതായത് AIJ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? -1 i + j MIJ എന്നാണ് AIJ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ A11 കണ്ടുപിടിക്കുന്നതോ -1 + 1 + 1 M11, that is -1 * 2 M11 D എന്ന് കിട്ടി, that is D. ഇനി അടുത്ത എലമെന്റ് മൈനർ ഓഫ് A12, അതായത് ഈ പൊസിഷൻ എന്ന് പറയുമ്പോൾ A12 ആണ്. ആ അവിടുത്തെ മൈനർ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ M12 എന്ന് വിളിക്കാം. ഈ റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ B എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ A12നെ എങ്ങനെ എഴുതാം? A12 -1 + 1 + 2B, that is -1 * 3 B, that is -B. ഇനി അടുത്തത് M21 എന്ന് പറയുമ്പോൾ ഈ എലമെന്റ്, അതായത് A21ന്റെ മൈനർ, that is ഇത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, that is C. അടുത്തത് A21 -1 * 2 + 1 M21, that is -1 * 3 M21 C, that is -1 * C അല്ലെങ്കിൽ -C. M22, that is ഇത് ഉൾപ്പെടുന്ന M22 എന്ന് പറയുമ്പോൾ ഈ എലമെന്റ് ആണ്. അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക, that is A. ഇനി A22 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ -1 * 2 + 2 M22, that is -1 * 4 M22 A ആണ്, that is A. നെക്സ്റ്റ് ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് അല്ലേ? 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യണം? ആദ്യം മൈനർ ഓഫ് ആദ്യത്തെ എലമെന്റ് എന്ന് പറയുമ്പോൾ A11, അതിന്റെ മൈനർ എന്ന് പറയുമ്പോൾ M11. ആ M11 കിട്ടാനായി എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് വാല്യൂ, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് 5 - 1 1 2. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദാ
ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 മൈനസ് 1 ഇൻറ്റു -1 -1 ദാറ്റ് ഈസ് 10 + 1 11. ഇനി അതിൻ്റെ തന്നെ A11 എന്ന് പറയുമ്പോൾ -1 raised to 1 + 1 M11 -1 raised to 2 ഇൻറ്റു 11 ദാറ്റ് ഈസ് 11. അടുത്തത് നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? A11 A12 ആണ്. A12ന്റെ മൈനർ M12. അത് കിട്ടുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് ദാറ്റ് റോ ആൻഡ് കോളം. അതായത് ഈ 0 M12 കിട്ടണം എന്നുണ്ടെങ്കിൽ A12 എന്നുള്ള എലമെന്റ് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് 3 - 1 0 2. ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 6 - -0 0 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ A12 എങ്ങനെ എഴുതാം? A12 എന്ന് പറഞ്ഞാൽ -1 raised to 1 + 2 M12 ദാറ്റ് ഈസ് -1 raised to 3 ഇൻറ്റു M12. M12 എന്നുള്ളത് 6 ആണ്. ദാറ്റ് ഈസ് -6. അടുത്തത് M13 കിട്ടുന്നത് എങ്ങനെയാണ്? M13 എന്ന് പറയുമ്പോൾ A13 എന്നുള്ള എലമെന്റിന്റെ മൈനറാണ്. അതായത് ആ എലമെന്റ് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള വാല്യൂന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് 3501 ദാറ്റ് ഈസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 - 0 ദാറ്റ് ഈസ് 3. ഇനി A13 എന്ന് പറയുമ്പോൾ -1 raised to 1 + 3 M13 ദാറ്റ് ഈസ് -1 raised to 4 ഇൻറ്റു M13 3 ദാറ്റ് ഈസ് 3. അപ്പോൾ ഈ കിട്ടിയ നമുക്ക് സൈഡിലോട്ട് എഴുതി വെക്കാം. A11 11 A12 -6 A13 3. നെക്സ്റ്റ് നമുക്ക് ഈ എലമെന്റിന്റെ മൈനർ ആവേണ്ടത്. ഈ എലമെന്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? A21 ആണ്. അപ്പോൾ M21 കിട്ടാനായി അത് നിൽക്കുന്ന റോയും അത് ഉൾപ്പെടുന്ന കോളം ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഡിറ്റർമിനന്റ് വാല്യൂ ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് 04 അതായത് ഇത് ഉൾപ്പെടുന്ന റോയും അത് നിൽക്കുന്ന കോളവും ഡിലീറ്റ് ചെയ്യുക. 0412 ദാറ്റ് ഈസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 0 -4 -4. അങ്ങനെയാണെങ്കിൽ A21 നമുക്ക് എങ്ങനെ എഴുതാം? -1 raised to 2 + 1 M21 ദാറ്റ് ഈസ് -1 raised to 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഇത് -4 ആണ്. അപ്പോൾ -1 ഇൻറ്റു -4 4 എന്ന് എഴുതും. അപ്പോൾ A21 4. അടുത്തത് A22 ദാറ്റ് ഈസ് A22 എന്ന് പറയുമ്പോൾ M22 ആണ് വേണ്ടത്. അപ്പോൾ M22 കിട്ടണമെന്നുണ്ടെങ്കിൽ A22 നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യണം. ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് 14. ഇത് നിൽക്കുന്ന ഈ റോയും കോളവും കളയുക. ഡിറ്റർമിനന്റ് 1402 അതായത് A22 എന്നുള്ള എലമെന്റ് ഉള്ള റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് വാല്യൂ ദാറ്റ് ഈസ് 1402. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 - 0 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ A22 എങ്ങനെയായിരിക്കും? -1 raised to 2 + 2 M22 ദാറ്റ് ഈസ് -1 raised to 4 1 M22 2. So A22 = 2. നെക്സ്റ്റ് അടുത്തത് A22 എന്നുള്ള എലമെന്റ് കഴിഞ്ഞാൽ പിന്നെ A23 ആണ്. അപ്പോൾ A23യുടെ മൈനർ എന്ന് പറയുമ്പോൾ M23. 23 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് റോ തേർഡ് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോ തേർഡ് കോളത്തിലെ എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കാൻ അത് ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കി ഡിറ്റർമിനന്റ് വാല്യൂ ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് 1001 1001. ഇതെങ്ങനെ കിട്ടും? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 - 0 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ A23 എന്ന് പറയുമ്പോൾ -1 raised to 2 + 3 M23 ദാറ്റ് ഈസ് -1 raised to 5 -1 ഇൻറ്റു M23 1 ദാറ്റ് ഈസ് -1. അപ്പോൾ A23 -1. ഇനി ഇതേപോലെ M31 കിട്ടാനായിട്ട്
A31 നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ്. ഇത് നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുമ്പോൾ 0, 4, 5 മൈനസ് 1. അതായത് A31 നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് 0, 4, 5 മൈനസ് 1. ദാറ്റ് ഈസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 മൈനസ് 20. ദാറ്റ് ഈസ് മൈനസ് 20. സോ A31 എങ്ങനെ എഴുതാം? മൈനസ് 1 റൈസ് ടു 3 പ്ലസ് 1 M31 മൈനസ് 20. ദാറ്റ് ഈസ് മൈനസ് 20. സോ A31 ഈക്വൽ ടു മൈനസ് 20. നെക്സ്റ്റ് അപ്പോൾ A31 കിട്ടി. ഇനി A32ന് M32 വേണം. M32 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ മൈനറാണ്? A32ൻ്റെ മൈനർ. A32 എന്ന് പറഞ്ഞാൽ തേർഡ് റോയിലെ സെക്കൻഡ് കോളം. തേർഡ് റോയിലെ സെക്കൻഡ് കോളം. അപ്പോൾ അത് നിൽക്കുന്ന ആ റോയും കോളം കളയുക. 1, 4, 3 മൈനസ് 1. 1, 4, 3 മൈനസ് 1. അതായത് M32 എന്ന് പറയുമ്പോൾ ഇത് നിൽക്കുന്ന റോയും ഇത് നിൽക്കുന്ന കോളവും കളയുക. ബാക്കി ഡിറ്റർമിനന്റ് 1, 4, 3 മൈനസ് 1. ദാറ്റ് ഈസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 മൈനസ് 12 മൈനസ് 13. അങ്ങനെയാണെങ്കിൽ A32 എന്തായിരിക്കും? മൈനസ് 1 റൈസ് ടു 3 പ്ലസ് 2 ഇൻറ്റു M32. ദാറ്റ് ഈസ് മൈനസ് 1 റൈസ് ടു 5 ഇൻറ്റു മൈനസ് 13. ദാറ്റ് ഈസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 13 13. ഇനി അപ്പോൾ A32 എന്ന് പറയുന്നത് 13. ഇനി M33 എന്ന് പറയുമ്പോൾ A33 എന്നുള്ള എലമെന്റിന്റെ മൈനർ. A33 നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്തിട്ട് വരുന്ന ഡിറ്റർമിനന്റ് വാല്യൂ. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് 1035. ദാറ്റ് ഈസ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5 മൈനസ് 0 ദാറ്റ് ഈസ് 5. അങ്ങനെയാണെങ്കിൽ A33 മൈനസ് 1 റൈസ് ടു 3 പ്ലസ് 3 ഇൻറ്റു M33. ദാറ്റ് ഈസ് മൈനസ് 1 റൈസ് ടു 6 ഇൻറ്റു 5 5. So A33 equal to 5.